ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എടത്തിരുത്തി ഫൊറോന പള്ളിയിലെ വിൻസെന്റ് പോൾ സംഘടനയെ ഒന്ന് പരിചയപ്പെടാം. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാരുണ്യപൂർവ്വം ഞങ്ങൾ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമം വിജയിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യുക, അപ്പോൾ നിനക്ക് സമാധാനം ഉണ്ടാകും. ദുഷ്ടന്മാരെ അവിടുന്ന് സംഹരിക്കും, നീതിമാന്മാർ ഭൂമി കൈവശമാക്കുകയും നിത്യമായി അതിൽ വസിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മനുഷ്യനായി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ചെറിയ ഷോപ്പ് ഞങ്ങൾ ആശീർവദിക്കണമേ. നീതിയും സത്യത ഇവിടെ വളർന്നു വരട്ടെ. ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തകരെയും, വിൻസെന്റ് പോളിന്റെ പ്രവർത്തകരായിട്ടുള്ള എല്ലാ സഹോദരന്മാരെയും കർത്താവെ അങ്ങ് ആശീർവദിക്കണമേ. ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവരുമായി ഇടപഴകുന്നവരും കർത്താവിന്റെ സ്നേഹവും വിശുദ്ധ വിൻസെന്റ് പോളിന്റെ പ്രത്യേകമായ കരുണയുടെ മാധ്യസ്ഥ്യവും എന്നും അനുഭവിക്കിടവരുത്തിയല്ലേ ഇപ്പോഴും എപ്പോഴും. ഞാനിപ്പോൾ നിൽക്കുന്നത് എടത്തിരുത്തി ഫൊറോന ചർച്ചിലെ വിൻസെന്റ് പോൾ സംഘടനയുടെ ഓഫീസിലാണ്. നമുക്ക് എടത്തിരുത്തി പെരുന്നാളും എടത്തിരുത്തി ഊട്ടുതിരുന്നാൾ 83ാമത് ഊട്ടുതിരുന്നാള് വിൻസെന്റ് പോളിന്റെ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ഇവിടുത്തെ എടത്തിരുത്തി ഇടവകയിലെ വിൻസെന്റ് പോൾ അംഗങ്ങളെയാണ്. അവരെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അവരുടെ പ്രസിഡന്റ് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയും. മിസ്റ്റർ ജോസ് പോൾ ആണ് നമ്മുടെ ജോസ് പോൾ വലിയ വീട്ടിലാണ് എടത്തിരുത്തി ഇടവകയിലെ വിൻസെന്റ് പോളിന്റെ പ്രസിഡന്റ്. നമുക്ക് നമസ്കാരം. അപ്പൊ മിസ്റ്റർ ജോസ് പോളിന് തന്നെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എടത്തിരുത്തി ഇടവകയിലെ വിൻസെന്റ് പോൾ എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയായിരുന്നു. ഞങ്ങള് വിൻസെന്റ് പോൾ സംഘം സ്ഥാപിതമായിട്ട് 53 വർഷമായി. 53 വർഷക്കാലം മുൻ പൂർവികന്മാരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾ 25 അംഗങ്ങളാണ്, സജീവ അംഗങ്ങളാണ് വിൻസെന്റ് പോളിൽ ഇപ്പോൾ ഉള്ളത്. ട്രഷറർ ജോസ്, സെക്രട്ടറി ജോബി, ഫ്രാൻസിസ് ഏട്ടൻ, ഇപ്പോഴത്തെ കൈക്കാരൻ ഫിലിപ്പ് ഏട്ടൻ, ജോർജ് ഏട്ടൻ, ജോയ് ഏട്ടൻ, രാജീവ്, ഞങ്ങള് ഈ അടങ്ങുന്ന കുറച്ച് മറ്റു അംഗങ്ങളുണ്ട്. 25 അംഗങ്ങളോട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും കാലത്ത് കുർബാന ഉണ്ടാവും. കുർബാനയ്ക്ക് ശേഷം മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിങ്ങിൽ അപേക്ഷകൾ ഉണ്ടാവും, ചികിത്സാ സഹായങ്ങളും അങ്ങനെയുള്ള അപേക്ഷകൾ ഉണ്ടാവും. നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ഇടവക അംഗങ്ങൾക്ക് ചെയ്തു വരുന്നു. നമ്മൾ കാരുണ്യനിധി എന്ന് പറഞ്ഞിട്ട് ഒരു ചെപ്പ് നമ്മൾ വീടുകളിലൊക്കെ വെക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള കളക്ഷനാണ് സാമ്പത്തിക സ്രോതസ്സായിട്ട് നമുക്ക് വരുമാനം. പിന്നെ നമ്മുടെ 25 അംഗങ്ങളുടെ വലിയ രീതിയിലുള്ള സംഭാവനകളും കോൺട്രിബ്യൂഷനും ഇതിൻ്റെ കൂടെ ഉണ്ട്. നല്ല രീതിയിൽ പോകുമ്പോൾ പറയാം. ജോർജ് ഏട്ടനാണ് 25 കൊല്ലം പൂർത്തിയാക്കി. ജോർജ് ഏട്ടൻ പറയാം. അപ്പൊ 25 വർഷം വിൻസെന്റ് പോൾ പ്രവർത്തനത്തിൽ പൂർത്തിയാക്കിയ നമ്മുടെ VP ജോർജ് എന്ന ജോർജ് വലിയ വീട്ടിൽ. അപ്പൊ ചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് പറയാം. നമുക്ക് പല സ്രോതസ്സിൽ നിന്നും നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ അഭിനയാംശകൾ ഗൾഫിലുണ്ട്, അവരയച്ചു തരുന്നുണ്ട്. പിന്നെ നല്ലവരായിട്ടുള്ള കുറെ ഇടവകക്കാരുണ്ട്, അവരെ നിന്നും നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അതെല്ലാം സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പിന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ളതാണ്. മുൻകാലങ്ങളിൽ പിടിയേരിയെല്ലാം പിരിച്ചിട്ടാണ് കെട്ടുതെങ്ങ് മുതലായ കാര്യങ്ങളിൽ നിന്നാണ് സാമ്പത്തിക ഇത് നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ ആ ഒരു പിടിയേരി പിരിക്കുന്നതും കെട്ടുതെങ്ങും എല്ലാം നിന്നു. അപ്പൊ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ കാരുണ്യനിധി ബോക്സ് വീടുകൊണ്ട് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് നല്ലൊരു സംഖ്യ 3 മാസം കൂടുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം സ്വീകരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2 വർഷം മുമ്പ് നമ്മുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ സംഘടനയിൽ വരികയും നമ്മൾ 1 ലക്ഷം രൂപ ഡയാലിസിസ് കാര്യങ്ങൾക്കായിട്ട് സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് നൽകുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് കിഡ്നി പേഷ്യൻസിന് ഒരു നല്ലൊരു സംഖ്യ നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഈ സംഖ്യ എല്ലാം സ്വരൂപിച്ചത് നമ്മുടെ ഗൾഫിൽ നിന്നുള്ള അഭിനയാംശകളിൽ നിന്നാണ്. നമ്മുടെ നല്ലവരായ വിൻസെന്റ് പോൾ സംഘവുമായി സഹകരിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും സംഘത്തോട് ചേർന്ന് എല്ലാ ഇടവക അംഗങ്ങൾക്കും തിരുനാളിന്റെ എല്ലാവിധ മംഗളം 9-ാം തീയതി
പെരുന്നാളിനോടനുബന്ധിച്ച് ഊട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ടി ടി വിനുവിന് എല്ലാവിധ ആ, തിരുനാളാശംസകളും. നമ്മുടെ പള്ളിയോട് ചേർന്ന് പള്ളിക്ക് ഒരു ബുക്ക് സ്റ്റോള് ഉണ്ട്. അത് വിൻസെന്റ് പോൾ സംഘമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാം. ബുക്ക് സ്റ്റോളിനെ പറ്റിയിട്ട് എല്ലാ ഇടവകാംഗങ്ങൾക്കും ഏത് സമയത്തും എല്ലാ ഞായറാഴ്ചകളിൽ കാലത്ത് തുറന്ന് പ്രവർത്തിക്കും. എല്ലാ സമയത്തും അത്യാവശ്യ ഘട്ടത്തിൽ ബുക്ക് സ്റ്റോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സേവനങ്ങളും സംഘമായിട്ട് തുടർന്നുണ്ടാവും. വിൻസെന്റ് പോൾ സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ എടത്തിരുത്തി ഫൊറോന പള്ളിയിൽ നവീകരിച്ച ബുക്ക് സ്റ്റോൾ റെഡി ആയിട്ടുണ്ട്. പരമാവധി ഇടവക ജനങ്ങൾ ഈ ബുക്ക് സ്റ്റോളുമായിട്ട് സഹകരിക്കുക. എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന പള്ളിയിൽ വിൻസെന്റ് പോൾ സംഘടനയിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് കുറച്ച് പിക്കുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക, നമ്മുടെ പൂർവികരെയൊക്കെ ഒന്ന് അനുസ്മരിക്കുക. എടത്തിരുത്തി ഫൊറോനയിലെ ഇടവചനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും നമ്മുടെ ഇടവകയെ എല്ലാവരും അറിയുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.